നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പള പേരാലിൽ യുവാവ് കൊല്ലപ്പെട്ട നിലയിൽ. മരിച്ചത് പേരാലിലെ മുഹമ്മദ് ഷഫീഖ്. മൃതദേഹം പൂഴിക്കുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ. MV രാഘവന്റെ സംഘത്തെ കൂടെ കൂട്ടിയ CPM നിലപാട് രക്തസാക്ഷികളെ അപമാനിക്കലാണെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. CPM നാൾക്കുനാൾ ക്ഷയിക്കുകയാണെന്നും MM ഹസൻ. വൈദ്യുതി തൂണിന് വാടക കൂട്ടിയ സംഭവം. COA സർക്കിൾ ഓഫീസ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. അധികൃതരുടെ ദ്രോഹ നടപടികൾക്കെതിരെ COA കടുത്ത നിലപാടിലേക്ക്. ഏപ്രിൽ 2-ന് ചാനലുകൾ നിർത്തിവയ്ക്കും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തകൃതിയിൽ. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണവും ക്യാമറയും ഏർപ്പെടുത്തും. വാർത്തകൾ വിശദമായി. കുമ്പള പേരാലിൽ യുവാവിനെ കൊന്ന് കുഴിച്ചുമൂടിയ നിലയിൽ കാണപ്പെട്ടു. പേരാലിലെ മുഹമ്മദിന്റെ മകൻ ഷഫീഖാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് മൃതദേഹം പൂഴിയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് നാടിനെ നടുക്കിയ സംഭവം പുറംലോകം അറിയുന്നത്. വീട് നിർമ്മാണം നടക്കുന്ന ദിക്കിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂട്ടിയിട്ട പൂഴി നീക്കുന്നതിനിടയിൽ മൃതദേഹം കാണുകയായിരുന്നു. പിന്നീടാണ് മൃതദേഹം കുമ്പള പേരാലിലെ മുഹമ്മദിന്റെ മകൻ ഷഫീഖിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. പാന്റും ഷർട്ടും ധരിച്ച നിലയിലായിരുന്നു. കാസർഗോഡ് DVSP TP രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്ത് കുതിച്ചെത്തി. മരണത്തെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. MV രാഘവന്റെ സംഘത്തെ കൂടെ കൂട്ടിയ CPM നിലപാട് രക്തസാക്ഷികളെ അപമാനിക്കലാണെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ പറഞ്ഞു. കാസർഗോഡ് വാർത്താ സമ്മേളനത്തിലാണ് CPMനെ രൂക്ഷമായ ഭാഷയിൽ MM ഹസൻ വിമർശിച്ചത്. CPM എല്ലാ കാലത്തും പറയുന്നത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ സൃഷ്ടിച്ചത് MV രാഘവനാണെന്നാണ്. അദ്ദേഹത്തെ കൂടെ കൂട്ടാൻ തയ്യാറായതിന് CPMന്റെ അണികളോട് എന്തു മറുപടിയാണ് നേതൃത്വത്തിന് പറയാൻ കഴിയുകയെന്നും CPM രക്തസാക്ഷികളെ അപമാനിക്കുകയാണെന്നും MM ഹസൻ പറഞ്ഞു. ഭരണത്തിൽ പങ്കാളികളല്ലാതിരുന്നിട്ടും ഭരണത്തിന്റെ എല്ലാ ഗുണങ്ങളും ഘടകകക്ഷികളായ JSSനും CMPക്കും നൽകിയിരുന്നു. കോൺഗ്രസ് നേതൃത്വം എല്ലാ രീതിയിലും ചർച്ച നടത്തി ഒപ്പം നിർത്താൻ ശ്രമിച്ചെങ്കിലും ഗൗരിയമ്മയും CMPയിലെ ഒരു വിഭാഗവും സ്വന്തം ഇഷ്ടപ്രകാരമാണ് UDF വിട്ട് പുറത്തുപോയതെന്നും ഹസൻ പറഞ്ഞു. CPMൽ നിന്നുണ്ടായ അനീതി കൊണ്ടാണ് RSP ഇടതുമുന്നണി വിട്ട് UDFനോടൊപ്പം ചേർന്നത്. വിജയസാധ്യത ഇല്ലാത്തതിനാലാണ് CPM സ്വതന്ത്രമായ സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത്. കാലുമാറ്റക്കാരെയും ഭാഗ്യാന്വേഷികളെയുമാണ് അവർക്ക് സ്ഥാനാർത്ഥികളായി കിട്ടിയത്. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ആരാച്ചരാണ് CPMും BJPയുമെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. വൈദ്യുതി തൂണിന് വാടക വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ COAയുടെ ആഭിമുഖ്യത്തിൽ സർക്കിൾ ഓഫീസ് മാർച്ച് നടത്തി. മാർച്ചിൽ പ്രതിഷേധം അലതല്ലി. കേബിൾ TV ഓപ്പറേറ്റർമാർക്കെതിരെ KCB സ്വീകരിക്കുന്ന ശത്രുതാപരമായ നിലപാട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് CEO കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർക്കിൾ ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സർക്കിൾ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരം K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ സ്വയം തൊഴിൽ കണ്ടുപിടിച്ച് സ്വയം തൊഴിലെടുത്ത് ജീവിക്കപ്പെടുമ്പോൾ ഗവൺമെന്റ് ആ ബാധ്യതയിൽ നിന്ന് കുറഞ്ഞു കിട്ടുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ കൂടി പോറ്റാൻ ഉത്തരവാദിത്തം ഗവൺമെന്റ് ആകും. അങ്ങനെ സ്വയം തൊഴിലെടുത്ത് ജീവിക്കപ്പെടുന്ന ആളുകളെ നിയമപരമായി ഗവൺമെന്റ് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് നമ്മുടെ നാട്ടിലെ വെപ്പ്. അതിനെ കിട്ടാവുന്ന സംവിധാനങ്ങൾ എന്താണോ ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ സഹായിച്ച് ചെറുകിട വ്യവസായങ്ങളാണ് അത്, അതല്ല മറ്റെന്തെങ്കിലും തരത്തിലാണ് അതാണ് അത്. വ്യക്തികളും ഗ്രൂപ്പുകളും ചേർന്ന് നടത്തുന്ന പ്രസ്ഥാനത്തെയും വ്യവസായങ്ങളെയും സഹായിച്ചു കൊടുക്കുക എന്ന ഗവൺമെൻറ് ഒരു നയമാണ്. അതിന് നമ്മുടെ വ്യവസായ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സബ്സിഡി കൊടുക്കലുണ്ട്. മറ്റ് മാർജിൻ ഫ്രീ ഇതേപോലെ ഒരു ചെറുകിട പ്രസ്ഥാനമാണ് നിങ്ങൾ നടത്തുന്നത് എന്നതുകൊണ്ട് നിങ്ങളെ സഹായിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. പക്ഷെ സഹായിക്കുന്നതിന് പകരം ഗവൺമെൻറ് അത് മറന്ന് നിങ്ങളിൽ എന്തെങ്കിലും പിഴിഞ്ഞെടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു എന്നതാണ് വസ്തുത. ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ ഗോളിക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് നാസർ ഹസൻ അൻവർ മുഖ്യാതിഥിയായിരുന്നു. KCB തുടരുന്ന ശത്രുതാപരമായ നിലപാട് പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. KC ബോർഡ് കേരളത്തിലെ ചെറുകിട കേബിൾ TV പ്രസ്ഥാനത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കെതിരെ
2012 നമ്മൾ ആരംഭിച്ച സമരം ഇതുവരെ യാതൊരുവിധ റിസൾട്ടും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നമ്മൾക്ക് ഈ 2014 ഈ തെരഞ്ഞെടുപ്പ് ചൂട് നടക്കുന്ന സമയത്ത് ഈ കൊടും ചൂടിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ സമരം ആരംഭിക്കേണ്ടി വന്നത്. 2012 കേവലം 108 രൂപയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പോസ്റ്റുകൾ ഒറ്റയടിക്ക് യാതൊരു മുൻ തീരുമാനങ്ങളുമില്ലാതെ തന്നെ 311 രൂപയെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഗവൺമെൻറ് ഉണ്ടാക്കി തന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ചോദിക്കണം, ഇതെന്ത് നിയമമാണ്? ഒരു ഭാഗത്ത് പറഞ്ഞു ഞങ്ങളതാണെന്ന് പറയുന്നു, സെൻട്രൽ ഗവൺമെൻറ്റാണ് നിയമിക്കേണ്ടത്, തീരുമാനിക്കണമെന്ന് പറയുന്നു. പിന്നെ ഒരു ഭാഗത്ത് പറയുന്നു അതല്ല, ഇവിടുത്തെ സംസ്ഥാനത്തുള്ള ഗവൺമെൻറ്റാണ് മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇതെന്ത് നിയമമാണ്? അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവര് ഈ പരസ്പരം അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുരങ്ങ് കളിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയല്ല. ഈ പറയുന്ന രീതിയിലുള്ള വൻകിട കമ്പനികളെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ശരിയല്ല. സംസ്ഥാന ട്രഷറർ രാധാകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ലോഹിതാക്ഷൻ, കെ രഘുനാഥ്, കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് കെ ഹരികാന്ത്, കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് ശ്രീനാരായണൻ, ജില്ലാ സെക്രട്ടറി സതീഷ് കെ പാക്കം, വൈസ് പ്രസിഡന്റ് എം മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ ധിക്കാരപരമായ നിലപാടിനെതിരെ രൂക്ഷമായ ഭാഷയിൽ മുദ്രാവാക്യം മുഴങ്ങി. കേബിൾ TV വിതരണത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ തുക 108 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 311 രൂപയാക്കി ഉയർത്തിയ വൈദ്യുതി ബോർഡിന്റെ തീരുമാനത്തിനെതിരെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ബഹുജന ശ്രദ്ധയാകർഷിച്ച് ഈ വിഷയം കേരള നിയമസഭയിൽ സബ്മിഷനായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നിരക്ക് കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് വകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ഇത് പാലിക്കപ്പെട്ടില്ല. കൂടാതെ സംഘടന നൽകിയ അരിജ് പരിഗണിച്ച് നിരക്ക് 250 രൂപയാക്കി ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിച്ചിരുന്നു. ഇതും നടപ്പിലായില്ല. ഹൈക്കോടതി പ്രഖ്യാപിച്ച ഇടക്കാല ഉത്തരവ് നടപ്പിലാക്കാത്തതിനെ തുടർന്ന് നൽകിയ റിവ്യൂ ഹർജി നിലനിൽക്കെ നിരക്ക് വർധനവിന്റെ പേരിൽ സംസ്ഥാന വ്യാപകമായി കേബിൾ TV ഓപ്പറേറ്റർമാരെ വൈദ്യുതി ബോർഡ് വേട്ടയാടുകയാണ്. ഈ സാഹചര്യത്തിലാണ് CEO വീണ്ടും പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നത്. വൈദ്യുതി പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുക വഴി മാസവരി സംഖ്യ ഉയർത്താനും അതുവഴി DTH കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള ബോർഡ് നയം തുടരുകയാണെങ്കിൽ ഏപ്രിൽ 2 സംസ്ഥാന വ്യാപകമായി ചാനലുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് കരിദിനം ആചരിക്കാനാണ് തീരുമാനം. ധർണയ്ക്ക് ശേഷം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് നിവേദനവും നൽകി. 250 രൂപയ്ക്ക് നിജപ്പെടുത്തിയൊരു ഈ വർഷം 5% മാർച്ചിന് ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ ഗോളിക്കര, സെക്രട്ടറി സതീഷ് കെ പാക്കം, TV മോഹനൻ, പ്രദീപ് കുമാർ, പുരുഷോത്തമ M നായക്, ദിവാകര, കെ വിനോദ്, MR അജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തകൃതിയിൽ. സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുവാൻ വൻ ക്രമീകരണങ്ങൾ. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണവും സുരക്ഷയും ഏർപ്പെടുത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ആക്രമണങ്ങളും മറ്റ് അനിഷ്ട സംഭവങ്ങളുമുണ്ടായ പോളിംഗ് സ്റ്റേഷനുകളിൽ സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കും. പ്രശ്നബാധിത ബൂത്തുകളെ സെൻസിറ്റീവ്, ക്രിട്ടിക്കൽ, വൾണറബിൾ എന്നിങ്ങനെ തിരിച്ചാണ് നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. മുൻ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗിനിടെ അക്രമങ്ങളുണ്ടായ ബൂത്തുകളാണ് സെൻസിറ്റീവ് ബൂത്തുകൾ. തെരഞ്ഞെടുപ്പിനിടെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ തടയുകയും വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത ബൂത്തുകളെയാണ് വൾണറബിൾ ആയി കണക്കാക്കുന്നത്. ഒരു ബൂത്തിൽ 90% പോളിംഗ് നടക്കുകയും അതിൽ 75% ഒരു രാഷ്ട്രീയ കക്ഷി സ്ഥാനാർത്ഥികൾ മാത്രം വോട്ട് ലഭിക്കുകയും ചെയ്യുന്ന ബൂത്തുകളെയാണ് ക്രിട്ടിക്കലായി കണക്കാക്കുന്നത്. ഈ ബൂത്തുകളിൽ കൂടുതൽ സായുധ പോലീസുകാരെ വിന്യസിക്കും. കേന്ദ്ര അർദ്ധസൈനിക വിഭാഗവും നിലയുറപ്പിക്കും. ഈ ബൂത്തുകളിൽ വോട്ടെടുപ്പ് നടപടികൾ വീഡിയോയിൽ പകർത്തും. ഡിജിറ്റൽ വെബ് ക്യാമറകളും സ്ഥാപിക്കും. വെബ് ക്യാമറകളിലൂടെ യഥാസമയം ദൃശ്യങ്ങൾ ഇന്റർനെറ്റിലൂടെ എല്ലായിടത്തും ലഭ്യമാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഇവ ലഭ്യമാകും. സ്ഥാനാർത്ഥികളോടൊപ്പം സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് നിർബന്ധമായും പെർമിറ്റ് പാസ് എടുക്കേണ്ടതാണ്. വാഹനങ്ങൾക്കും മേക്കിനും മറ്റും അനുമതി നൽകുന്നതിനായി കളക്ടറേറ്റിൽ ഏകജാലക സംവിധാനം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ പറഞ്ഞു. പി കരുണാകരൻ കാസർഗോഡ് മണ്ഡലം പര്യടനം പൂർത്തിയാക്കി. പ്രവർത്തകരുടെ ആവേശത്തിമിർപ്പിലൂടെയാണ് കരുണാകരൻ പര്യടനം നടത്തിയത്. വിദ്യാനഗറിലെ പരിപാടിയോടെയായിരുന്നു പി കരുണാകരന്റെ കാസർഗോഡ് മണ്ഡലം പര്യടനം ആരംഭിച്ചത്. വിദ്യാനഗറിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. തുടർന്ന് ചെന്നിക്കര, കടപ്പുറം, അടുക്കത്തുബയിൽ, ചൌക്കി, പെരിയെടുക്ക, പട്ല, ഉളിയത്തെടുക്ക, പാറക്കട്ട, കാളിയംകാട്, നായന്മാർമുല, ആലമ്പാടി, അതിർക്കുഴി, പാടി, ചേരൂർ, കുണ്ടെടുക്ക, ബാലനെടുക്ക, മാനിയ, നീർച്ചാൽ, കാടമന, വിദ്യാഗിരി, നാരമ്പാടി, മാർപ്പനെടുക്ക, ഏത്തെടുക്ക, കിന്നിങ്കാർ, നാട്ടക്കല്ല്, ഗാഡിഗുഡെ എന്നിവിടങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷം മഞ്ഞമ്പാറയിൽ സമാപിച്ചു. പ്രവർത്തകരുടെയും അനുഭാവികളുടെയും നാട്ടുകാരുടെയും നിറഞ്ഞ പിന്തുണയാണ് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പി കരുണാകരൻ പറഞ്ഞു. വൻ ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എൻഡോസൾഫാൻ പീഡിത മുന്നണി കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. അമ്മമാരടക്കം നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു.
BC റോഡ് ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ അമ്പലത്തറ കുഞ്ഞുകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ ശോഭ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണൻ, വിജയം തുടങ്ങിയവരും സംസാരിച്ചു. സാധാരണക്കാരുടെ പാർട്ടിയായ ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസ് സാധാരണക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മിയുടെ മഞ്ചേശ്വരം മണ്ഡലം ഓഫീസാണ് കൂലിപ്പണി ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് വ്യത്യസ്തമായ പരിപാടിയാക്കി മാറ്റിയത്. മഞ്ചേശ്വരത്തെ ആം ആദ്മി പ്രവർത്തകനും കൂലിവേലക്കാരനുമായ ഫിറോസാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. വ്യത്യസ്തതയാർന്ന ഈ ഉദ്ഘാടന ചടങ്ങ് കാണുവാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ജേക്കബ് അധ്യക്ഷനായിരുന്നു. ആം ആദ്മി മഞ്ചേശ്വരം മണ്ഡലം കൺവീനർ മുഹമ്മദ് റഫീഖ്, നേതാക്കളായ അഷ്റഫ്, ഇക്ബാൽ, മുഹമ്മദ് കുഞ്ഞി, ഷംസുദ്ദീൻ തങ്ങൾ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അപകടം വിളിച്ചോതി സബ് ട്രഷറി കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീഴുന്നത് ജീവനക്കാരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. താലൂക്ക് ഓഫീസിന് സമീപമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ കോൺക്രീറ്റ് പാളിയാണ് അടർന്നു വീഴുന്നത്. കഴിഞ്ഞ ദിവസം പകലായിരുന്നു അക്കൌണ്ട്സ് ബ്ലോക്കിൽ വൻ ശബ്ദത്തോടെ കോൺക്രീറ്റ് പാളി അടർന്നു വീണത്. അകത്തുണ്ടായിരുന്ന സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് പുറത്തേക്ക് ഓടിയതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. 2 മാസം മുമ്പ് ഇതേ ബ്ലോക്കിന്റെ മറ്റൊരു ഭാഗത്ത് കോൺക്രീറ്റ് പാളി അടർന്നു വീണിരുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ചുമരിലും വിള്ളലുണ്ടായിട്ടുണ്ട്. ഗ്രന്ഥശാല പ്രവർത്തകർ നെൽകൃഷി ചെയ്ത് നാടിന് മാതൃകയായി. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ ഏച്ചിക്കോവൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിലാണ് കാർഷിക രംഗത്ത് പുതിയ പരീക്ഷണം നടത്തിയത്. ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഗ്രാമീണ വായനശാല ബഹുമുഖ പ്രവർത്തനങ്ങളിലൂടെ നാട്ടിൽ സജീവമാകുകയാണ്. വായനയും പുസ്തക ചർച്ചയും എന്ന പഴയകാല സങ്കല്പത്തിൽ നിന്നും മാറി ചിന്തിക്കുന്ന നേതൃത്വമാണ് പുതിയ ആശയവടികളിലേക്ക് യുവാക്കളെ നയിക്കുന്നത്. വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്കു വേണ്ടി പല കർമ്മ പദ്ധതികളും ആസൂത്രണം ചെയ്ത കൂട്ടത്തിലാണ് നെൽകൃഷി എന്ന ആശയവും മുന്നോട്ട് വെച്ചത്. പ്രവർത്തകർ ആവേശപൂർവ്വം അത് ഏറ്റെടുക്കുമ്പോൾ ഒരേക്കർ പാടത്ത് പൊന്നു വിളയുന്നു. വിളവെടുപ്പിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ശ്രീധരനും എഴുത്തുകാരനും പ്രഭാഷകനുമായ വാസു ചോറോടും എത്തിയിരുന്നു. പിലിക്കോടിന്റെ കാർഷിക സംസ്കൃതി രൂപപ്പെട്ടു വന്നത് തന്നെ ഈ സമ്പന്നമായ വയലുകളെ അടിസ്ഥാനമാക്കിയാണ്. വലിയ മാറ്റങ്ങൾക്കിടയിൽ നമ്മുടെ നെൽകൃഷിയിൽ നിന്ന് ജനങ്ങൾ നിസ്സഹായരായി പിൻവാങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നെൽകൃഷിയെ വീണ്ടും സജീവമാക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നാടിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. വിദ്യാലയങ്ങളിലും പലപ്പോഴും ഈ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തൽപരരായ ആൾക്കാർ നടത്തുന്നു. ഓൾ കേരള ഇൻകം ടാക്സ് ആൻഡ് സെയിൽസ് ടാക്സ് പ്രാക്ടീനേഴ്സ് അസോസിയേഷൻ സമ്മേളനം നടത്തി. നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ സംബന്ധിച്ചു. കേന്ദ്ര സർവകലാശാല പെരിയ ക്യാമ്പസ് ഹോസ്റ്റലിൽ കുടിവെള്ളമില്ല. നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരിച്ച് സമരം നടത്തി. കേന്ദ്ര സർവകലാശാലയുടെ പെരിയ ക്യാമ്പസിനോട് ചേർന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. നിലവിൽ മാത്തമാറ്റിക്സ്, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം വിദ്യാർത്ഥികളാണ് പെരിയയിൽ പഠനം നടത്തുന്നത്. പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. വേനൽ കടുത്തതോടെ കുഴൽക്കിണറുകളിലെ വെള്ളവും വറ്റിയതോടെയാണ് വിദ്യാർത്ഥിനികളുടെ ദുരിതം തുടങ്ങിയത്. ഹോസ്റ്റലിലെ താമസക്കാരായ വിദ്യാർത്ഥിനികളോട് ഇവിടെ നിർമ്മാണ ആവശ്യത്തിനായി കുഴിച്ച കുളത്തിൽ നിന്ന് വെള്ളമെടുക്കാനാണ് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കുളത്തിലെ വെള്ളം ആവശ്യത്തിന് ലഭിക്കുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. നടപടി ആവശ്യപ്പെട്ട് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായും ഇവർ പറയുന്നു. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പെരിയയുടെ ലേഡീസ് ഹോസ്റ്റലിൽ വെള്ളമില്ല. പല പ്രാവശ്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബോർവെല്ലിലെ വെള്ളം വറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെപ്റ്റി ടാങ്കിന് അടുത്തുള്ള ഒരു കുളത്തിൽ നിന്നാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വെള്ളം തന്നിട്ടുള്ളത്. എന്നിട്ട് ജൂനിയേഴ്സിന് ഒരാഴ്ച അവധി കൊടുത്തു. ഇത്രയും നാളായിട്ട് പലരിടത്തും, രജിസ്ട്രാറിന്റെ അടുത്തും SOയുടെ അടുത്തും പലരിടത്തും പറഞ്ഞിട്ടും ഇവിടെ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെതിരെ 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം വേണം. മുമ്പ് വാടക ഹോസ്റ്റലിലായിരുന്നപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് പുതിയ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. സോ ഞങ്ങൾക്ക് വെള്ളം വേണം, അത്രേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യം. നിലവിൽ ഇവിടെ കുഴിച്ചിരിക്കുന്ന കുഴൽക്കിണറുകളിൽ ഒന്നും ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഉചിതമായ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പടന്നക്കാട് ക്യാമ്പസിൽ സമരം നടത്തി. കുടിവെള്ളക്ഷാമം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴും ശാശ്വത പരിഹാരത്തിന് നടപടിയായില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ഭക്തരെ ആത്മനിർവൃതിയിൽ ആറാടിച്ച് പൈക്ക ശ്രീ പൂമാണി കിന്നിമാണി ക്ഷേത്ര വാർഷികോത്സവം. വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി വിപുലമായ കലാ സാംസ്കാരിക പരിപാടികളും നടന്നുവരുന്നു. ക്ഷേത്രത്തിൽ നടന്ന കലാപരിപാടികളിൽ ഏറെ ശ്രദ്ധേയമായത് 52 അങ്കനമാർ അണിനിരന്ന തിരുവാതിരക്കളിയാണ്. അങ്കനമാർ വേദി നിറഞ്ഞാടിയപ്പോൾ തിരുവാതിര കാഴ്ചയുടെ വിരുന്നാണ് ഒരുക്കിയത്. ഉത്സവം വെള്ളിയാഴ്ച സമാപിക്കും. കാഞ്ഞങ്ങാട് കിഴക്കുംകര ദൈവംകെട്ട് മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. അനുഗ്രഹം തേടി ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. 4 നാളുകളിലായി നടന്നുവന്ന വയനാട്ടുകുലവൻ ദൈവംകെട്ട് മഹോത്സവം സമാപിച്ചു. സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ കാർണോൻ തെയ്യം, കോരച്ചൻ തെയ്യം, കണ്ടനാർ കേളൻ തെയ്യം, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി. തുടർന്ന് വയനാട്ടുകുലവൻ ദൈവത്തിന്റെ പുറപ്പാട് നടന്നു. മറപിളർക്കൽ ചടങ്ങോടെ വയനാട്ടുകുലവൻ ദൈവംകെട്ട് മഹോത്സവത്തിന് സമാപനമായി. അതിഞ്ഞാൽ ദർഗാ ഷരീഫ് ഉറൂസിനും മതപ്രഭാഷണ പരമ്പരയ്ക്കും തിരക്കേറുന്നു. ഉറൂസ് 31-ന് സമാപിക്കും. കാഞ്ഞങ്ങാട്ട് സംയുക്ത ജമാഅത്ത് കാസി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല അങ്ങനെ വിജയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പഴയ നിലയ്ക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഇത് വിജയിച്ചിട്ടുണ്ട്. അതിഞ്ഞാൽ ദർഗാ ഷെരീഫ് ഉറൂസിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ ജമാഅത്ത് പ്രസിഡന്റ് തെരുവത്ത് മൂസ ഹാജി അധ്യക്ഷനായി. ബഷീർ വെള്ളിക്കോത്ത്, ഗബീർ ഫൈസി ചെറുകോട്, ബഷീർ മിസ്ബാഹി തുടങ്ങിയവർ സംസാരിച്ചു. ബാബ മുസ്ലിയാർ അങ്കമാലി മുഖ്യ പ്രഭാഷണം നടത്തി. പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സ്വാഗതവും ഖാലിദ് അറബിക്കാടത്ത് നന്ദിയും പറഞ്ഞു. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് മതപ്രഭാഷണം നടക്കും. 31-ന് അന്നദാനത്തോടെ ഉറൂസിന് സമാപനമാകും. വാർത്തകൾ ചുരുക്കത്തിൽ. ഗൾഫുകാരനായ യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുവാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ചെമ്മനാട്ടെ അബ്ദുൽ ഷാഹിലാണ് അറസ്റ്റിലായത്. ഓട്ടോ ഡ്രൈവർ തീവണ്ടി തട്ടി മരിച്ചു. കുമ്പള ടൗൺ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ മാധവഗട്ടിയാണ് ട്രെയിൻ തട്ടി മരിച്ചത്. റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം നടന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കോളേജ് പ്രിൻസിപ്പൽ എ ശ്രീനാഥ അധ്യക്ഷനായിരുന്നു. കാഞ്ഞങ്ങാട് പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുഖാമുഖം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മൃഗസംരക്ഷണ മേഖലയിലെ ഗവേഷണ പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മൃഗസംരക്ഷണ മേഖലയിലെ ഗവേഷണ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കാഞ്ഞങ്ങാട് പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പുരോഗമന കർഷകരുടെയും ശാസ്ത്ര ഗവേഷണ വിദഗ്ധരുടെയും മുഖാമുഖം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ എച്ച് സജീവ് ഉദ്ഘാടനം ചെയ്തു. സർവകലാശാലയുടെ ഫാമിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് ഈ ബയോഗ്യാസിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഈ വൈദ്യുതി ഫാമുകളിലെ മുഴുവൻ വിളക്കുകൾ കത്തിക്കുവാനും
മുഴുവൻ മിൽക്കിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഡോക്ടർ ടി പി സേതുമാധവൻ വിഷയാവതരണം നടത്തി. തുടർന്ന് നടന്ന സംവാദത്തിൽ ഡോക്ടർ സുനിൽ ജി എം മോഡറേറ്ററായി. ഡോക്ടർ മഹേഷ് ജി കെ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള പേരാലിൽ യുവാവ് കൊല്ലപ്പെട്ട നിലയിൽ. മരിച്ചത് പേരാലിലെ മുഹമ്മദ് ഷഫീഖ്. മൃതദേഹം പൂഴിക്കുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ. എം വി രാഘവന്റെ സംഘത്തെ കൂടെ കൂട്ടിയ CPM നിലപാട് രക്തസാക്ഷികളെ അപമാനിക്കലാണെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ. CPM നാൾക്കുനാൾ ക്ഷയിക്കുകയാണെന്നും MM ഹസൻ. വൈദ്യുതി തൂണിന് വാടക കൂട്ടിയ സംഭവം. COA സർക്കിൾ ഓഫീസ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. അധികൃതരുടെ ദ്രോഹ നടപടികൾക്കെതിരെ COA കടുത്ത നിലപാടിലേക്ക്. ഏപ്രിൽ 2-ന് ചാനലുകൾ നിർത്തിവയ്ക്കും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തകൃതിയിൽ. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണവും ക്യാമറയും ഏർപ്പെടുത്തും. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.